സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിലെ തേർഡ് മോഡ്യൂള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് മോഡ്യൂളിൽ നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ച സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചതുപോലെ ടൈം ഡൊമെയിൻ സർക്യൂട്ടിനെ എസ് ഡൊമെയിനിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ മോഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ഒരു എസ് ഡൊമെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ആ എസ് ഡൊമെയിനിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ഡൊമെയിനിൽ കുറച്ച് ഫങ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്. ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ഫംഗ്ഷനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് മനസ്സിലാക്കണം? നെറ്റ്വർക്ക് ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ എസ് ഡൊമെയിൻ. ഓക്കെ, ഈ എസ് ഡൊമെയിനിൽ നോക്കി ഒരു നെറ്റ്വർക്ക് ടൈം ഡൊമെയിനിൽ തന്നൊരു നെറ്റ്വർക്കിനെ നിങ്ങൾ മാറ്റി എസ് ഡൊമെയിനിലേക്ക് ആക്കി. അങ്ങനെ എസ് ഡൊമെയിനിലുള്ളൊരു നെറ്റ്വർക്ക്, ആ ടൈം ഡൊമെയിൻ നെറ്റ്വർക്കിന് നിങ്ങൾ V1 എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എസ് ഡൊമെയിനിൽ മാറ്റിയപ്പോൾ ആ V1 എന്തായിട്ട് മാറി? V1 ആയിട്ട് മാറി. ടൈം ഡൊമെയിനിൽ സർക്യൂട്ട് ഡ്രോ ചെയ്ത കറണ്ട് I1. അപ്പോൾ എസ് ഡൊമെയിനിലേക്ക് മാറ്റിയപ്പോൾ കറണ്ട് എന്തായി? I1 ആയി. അതുപോലെ ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എൻഡിലെ വോൾട്ടേജ് നിങ്ങൾ മെഷർ ചെയ്ത് V2 എസ് ഡൊമെയിനിലേക്ക് മാറ്റിയപ്പോൾ V2 ആയി. I2 ഔട്ട്പുട്ട് കറണ്ട് നിങ്ങൾ മെഷർ ചെയ്തത് I2 ആയിട്ട് മാറി. ഇങ്ങനെ ഒരു എസ് ഡൊമെയിൻ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്, എസ് ഡൊമെയിനിലുള്ള സർക്യൂട്ട്, അതായത് ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് നിങ്ങൾ വരച്ചു. ഓക്കെ, ഇനി ഈ നെറ്റ്വർക്കിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് എഴുതാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? V1 ബൈ I1. എന്താ വോൾട്ടേജ് ബൈ കറണ്ട്? എന്താ വോൾട്ടേജ് ബൈ കറണ്ട് ഈസ് ഈക്വൽ ടു ഇമ്പിഡൻസ്. അതുപോലെ നിങ്ങൾക്ക് എഴുതാം, ഇവിടെ വോൾട്ടേജ് ഉണ്ട്, ഒരു കറണ്ട് ഉണ്ട്, ആ വോൾട്ടേജ് ബൈ ആ വോൾട്ടേജ് ബൈ ആ കറണ്ട് എഴുതാം. ഇതെന്താണ്? അഗെയിൻ ഇമ്പിഡൻസ് ആണ്. ഓക്കെ, പിന്നെ വേറെ എങ്ങനെ എഴുതിക്കൂടെ? I1 ബൈ V1 ബൈ I1 ഇമ്പിഡൻസ് ആണ്. I1 ബൈ V1 അപ്പം എന്താ? അഡ്മിറ്റൻസ് ആണ്. V2 ബൈ I2 ഇമ്പിഡൻസ് ആണ്. I2 ബൈ V2 എന്താണ്? അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, ഇത് കൂടാതെ വേറെ ഫങ്ഷൻസ് എഴുതാം. അതാണ് I2 ബൈ V1 എഴുതിക്കൂടെ? I2 മെഷർ ചെയ്യുക, V1 മെഷർ ചെയ്യുക, I2 ബൈ V1 എഴുതാം. ഈ ടേം എന്താ? കറണ്ട് ബൈ വോൾട്ടേജ്, അഗെയിൻ ഇറ്റ് ഈസ് അഡ്മിറ്റൻസ്. അതുപോലെ I1 ബൈ V2, അഗെയിൻ ഇറ്റ് ഈസ് അഡ്മിറ്റൻസ്. അപ്പോൾ എത്ര ടേം കിട്ടി അഡ്മിറ്റൻസ്? I1 ബൈ V1 അഡ്മിറ്റൻസ് ആണ്, I2 ബൈ V2 അഡ്മിറ്റൻസ് ആണ്, I2 ബൈ V1 അഡ്മിറ്റൻസ് ആണ്, I1 ബൈ V2 അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ അഡ്മിറ്റൻസസും ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ഇതൊക്കെ നെറ്റ്വർക്ക് ഫങ്ഷൻസ് ആണ്. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് നെറ്റ്വർക്ക് ഫങ്ഷൻസ് ആണ്. പക്ഷേ നെറ്റ്വർക്ക് ഫങ്ഷൻസിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് കോൾഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് അനദർ വൺ ഈസ് കോൾഡ് ദ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ. നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ഫംഗ്ഷനും ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷനും. ഓക്കെ, അപ്പോൾ എന്താ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് സൈഡിലായിട്ട് എടുക്കുക. അപ്പോൾ ഇൻപുട്ടിലെ പാരാമീറ്റേഴ്സിൻ്റെ റേഷ്യോസ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ. അതുപോലെ ഔട്ട്പുട്ടിലെ പാരാമീറ്റേഴ്സിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ. വൺ ഈസ് കോൾഡ് ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ, അനദർ വൺ ഔട്ട്പുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ, V1 ബൈ I1 ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഡ്രൈവിംഗ് പോയിന്റ്, ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ആണ്. V2 ബൈ I2 ഇത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്, ഔട്ട്പുട്ടിലെ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ആണ്. I1 ബൈ V1 എന്ന് പറയുന്നത് ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ആണ്. I2 ബൈ V2 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ആണ്. പക്ഷേ ഈ ടേം നോക്കി, I2 ബൈ V1, ഇവിടെ റേഷ്യോ എടുത്തിരിക്കുന്നത് എന്താണ്? ഔട്ട്പുട്ടിലെ കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലെ വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് പോർട്ട് തമ്മിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ എക്സൈറ്റേഷൻ കൊടുത്തു, അതിൻ്റെ റെസ്പോൺസ് അപ്പുറത്ത് കിട്ടി, അങ്ങനെയല്ല. അതായത് രണ്ട് പാർട്ടിലുള്ള വാല്യൂസിൻ്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. ഔട്ട്പുട്ട് അതുപോലെ ഇൻപുട്ട് സൈഡിലെയും പാരാമീറ്റേഴ്സിൻ്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താ പറയുക? ട്രാൻസ്ഫർ റേഷ്യോ ആണിത്. ഇത് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് പറയുന്നത് സെക്കൻഡായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഔട്ട്പുട്ടും, വണ്ണിൽ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇൻപുട്ടും ആണെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നതാണ് ഫോർവേഡ് ട്രാൻസ്ഫർ. പക്ഷേ ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് ട്രാൻസ്ഫർ ആണ്.
ഓക്കെ, അപ്പോൾ ഇത് I2 of s by V1 of s എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. I1 of s by V2 of s എന്ന് പറയുന്നതും ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. പക്ഷേ I2 by V1 എന്ന് പറയുന്നത് ഫോർവേഡ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണെങ്കിൽ I1 by V2 എന്ന് പറയുന്നത് എന്താ, റിവേഴ്സ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായി, V1 by I2 എന്ന് പറയുന്നത് എന്താ, ഇമ്പിഡൻസ് ആണ്. V1 by I2 എന്ന് പറയുന്നത് അതായത് വോൾട്ടേജ് ബൈ കറണ്ട് എപ്പോഴും ഇമ്പിഡൻസ് ആണ്. പക്ഷേ V2 by I2 എന്നല്ല, V1 by I2 എന്നാണ്, രണ്ട് പോർട്ടിലെ വാല്യൂസ് ആണ്. അപ്പോൾ ഇതെന്തായി, ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആയി. ഇനി അഗെയിൻ ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇങ്ങനെ റേഷ്യോ എടുക്കുമ്പോൾ എന്താണ്, റിവേഴ്സ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്. ഇവിടെ നോക്കുക, V by I ഇമ്പിഡൻസ് ആണ്, പക്ഷെ V2 by I1 ആണ്, അപ്പോൾ ട്രാൻസ്ഫർ ആണ്, 2 ആണ് മുകളിലുള്ളത്, അതുകൊണ്ട് എന്താണ്, ഫോർവേഡ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്. Again, what is this? V2 by V1, it is a voltage ratio അല്ലെങ്കിൽ voltage gain. It is a forward voltage gain. I2 by I1, forward current gain. V1 by V2, reverse voltage gain. I1 by I2, reverse current gain. All these are transfer function. I1 by I2 transfer function ആണ്, V1 by V2 transfer function ആണ്, I2 by I1 transfer ആണ്, V2 by V1 transfer ആണ്. പക്ഷേ I1 by V1 എന്താ, ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും എസ് ഡൊമൈനിലാണ്. എസ് ഡൊമൈനിൽ രണ്ട് എസ് ഡൊമൈൻ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ എടുക്കുന്നതാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ. നെറ്റ്വർക്ക് ഫംഗ്ഷനെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നും ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ എന്നും. അതെന്താണ് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.